ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമലുവും ഗംഗയും കൂടുതൽ അടുക്കുകയാണ്. ഗംഗയ്ക്ക് അമലുവിനോട് ഒരു താല്പര്യമില്ലെങ്കിൽ പോലും അവന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് ആ കാട് അത്യുത്തമമാണ്, ഈ കാട് സേഫാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അമലുവിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയും അമലു ആണെങ്കിലും ശരിക്കും ഒരു വലിയൊരു ചതിക്കുഴിയിൽ തന്നെയാണ് വന്ന് പെടുന്നതും. അങ്ങനെ അത് വേലുവിന് ഇഷ്ടമില്ല. വേലു അത് പല ആവർത്തി പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും വേലു നമ്മുടെ ഗംഗയോട് പറയുന്നുണ്ട്, വിനായകൻ സാറിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനാണ് വിനായകൻ സാറിനെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണാണ് അവൾ, എൻ്റെ പെണ്ണിനെ മനസ്സിലേക്ക് ഇടിച്ച് കയറരുത്, അവള് എൻ്റേത് മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാട് കയറി ഇറങ്ങി വരുന്ന കാട്ടിലോട്ട് വരുന്ന ആൾക്കാർക്ക് അവരൊക്കെ വഞ്ചകന്മാരാണ്, ഞങ്ങൾ അവരെയൊന്നും വിശ്വസിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഗംഗയ്ക്ക് വേലുവിനോട് ഭയങ്കര കടുത്ത ദേഷ്യമാണ് തോന്നുന്നത്. അങ്ങനെ വേലുവിനെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട്, നിന്റെ പെണ്ണിനെ ഞാൻ എന്തായാലും സ്വന്തമാക്കിയിരിക്കുമടാ, നിനക്കുള്ള പണി അങ്ങനെ ഞാൻ തരും എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാട്ടിലാണെങ്കിൽ എല്ലാവരും കിരണിന്റെ വാക്കും വിശ്വസിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഗംഗ മരണപ്പെട്ടു എന്ന ആ ഒരു ആശ്വാസത്തിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. പലർക്കും പല സംശയങ്ങളുണ്ടെങ്കിലും വീണ്ടും കിരണും കൂട്ടരും ചെന്ന് അന്വേഷിക്കുമ്പോഴും അവനെ പറ്റി യാതൊരു അറിവും കിട്ടുന്നില്ല. അപ്പോൾ ഉറപ്പിക്കുകയാണ് ഇനി എന്തായാലും അവൻ തിരികെ വരില്ല എന്ന് അങ്ങനെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹറിനെ മകളുടെ വാക്ക് കേട്ടിട്ട് രാഹുൽ തലയ്ക്കടിച്ച് വീഴ്ത്തുകയാണ്. അവന്റെ കയ്യിലുള്ള കൈക്കോട്ട് വെച്ച് അവന്റെ തലയ്ക്ക് അടിക്കുകയും പിന്നെയും അടിച്ച് അവന്റെ തല പൊട്ടിക്കുകയും അവന്റെ മനോഹർ അവിടെ ബോധമറ്റ് വീഴുകയും, അതുപോലെ തന്നെ പോലീസ് വേഗം തന്നെ അവിടേക്ക് ഓടി വന്ന് അവരെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാർ കാവൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഗംഗയ്ക്ക് അപകടം പറ്റിയിട്ട് അന്ന് ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഈ കാവൽക്കാർ ശ്രദ്ധിക്കാതെ, അവിടെ നിന്ന് പോലീസുകാർ ശ്രദ്ധിക്കാതെ അവനെ കാണാൻ പലവരും വന്നിരുന്നു. അതുപോലെ തന്നെ പലരും രക്ഷപ്പെട്ടു. അവിടെ നിന്നും അവിടെ രക്ഷപ്പെട്ട് ഡോക്ടർ വേഷം ധരിച്ച് രക്ഷപ്പെട്ടതാണല്ലോ. അങ്ങനെയൊന്നും ഇപ്രാവശ്യം ഉണ്ടാവരുത്. ആര് അകത്തേക്ക് പോയാലും അവരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അകത്തേക്ക് കടത്തി വിടാൻ പാടുള്ളൂ എന്ന് പോലീസിന് നിർദ്ദേശങ്ങൾ SI കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ തന്നെ അത് ബാധിക്കും. എന്തായാലും ഗംഗയുടെ അത്ര ഇവൻ പേടിക്കാനുള്ള ആളല്ലെങ്കിൽ പോലും ഇവന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സരയു അച്ഛനെ കാണാൻ വരികയാണ്. അച്ഛനെ കാണിച്ചു കൊടുക്കുന്നില്ല. അവിടുത്തെ പോലീസ് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഒരു കാര്യം നിന്റെ മുൻ ഭർത്താവിനെ ആള് തലക്കടിച്ചിട്ട് ആളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവർ ആരെയും വിസിറ്റേഴ്സിനെ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സരുവിന് അത് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. സരു അത് ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവ പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നത്, എന്തായാലും അവനൊരുപാട് മാറ്റങ്ങളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരിക്കലുമില്ല, അവനൊരു മാറ്റവും ഉണ്ടാകില്ല. അവൻ ചതിയനാണ്. എന്നെ പോലെ പല പെൺകുട്ടികളെയും ഇതുപോലെ അഭിനയത്തിലൂടെയാണ് അവൻ വശത്താക്കി വീഴ്ത്തിയിട്ടുള്ളത്. അവനിപ്പോൾ നിന്റെ കുഞ്ഞിനോടൊക്കെ വലിയ സ്നേഹമാണെന്നാ പോലീസൊക്കെ പറയുമ്പോൾ ഒരിക്കലുമില്ല, അവൻ ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ല, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ സരയു അങ്ങനെ പോലീസുകാരോട് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നീ എന്തായാലും ഇനി അവനെ ശിക്ഷിക്കാൻ നടക്കരുത്, കാരണം അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ തന്നെയാണ് ഈ ജയിലിൽ കിടന്ന് അവൻ അനുഭവിക്കുന്നത്. ഇവിടെ കിടക്കുന്നവർ ആരും തെറ്റ് ചെയ്യാത്തവരല്ല, തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് എന്നിങ്ങനെ മനസ്സിലാക്കിയെടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചന്ദ്രസേന സാറിനോടും കിരൺ സാറിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്രയും നേരം ഞങ്ങൾ മാന്യമര്യാദയ്ക്ക് സംസാരിച്ചത്. ഇനി ഇവിടെ നിൽക്കണ്ട, പൊക്കോ, ഇനി നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി നീ വരേ വേണ്ട എന്ന് പറയുന്നുണ്ട്. നിനക്ക് അത്രയ്ക്ക് നിന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അച്ഛനില്ല എന്ന് നീ പറഞ്ഞല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ശരി, നിനക്ക് നിന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അച്ഛൻ വേണ്ട, നിനക്ക് മറ്റൊരു വിവാഹം കഴിച്ചൂടെ, ആ ഭർത്താവിനെ നിനക്ക് കുഞ്ഞിനെന്തായാലും ഇപ്പോൾ ബുദ്ധിയൊന്നും ഉറച്ചിട്ടില്ല, വളരെ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കുഞ്ഞിനെ അച്ഛനാക്കി പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സരയു അതും മറുപടിയായിട്ട് പറയുന്നത്, ഒരിക്കലുമില്ല, ഞാൻ ഇനി ഇതുപോലൊരു കാര്യം, ഇനിയൊരു വിവാഹം എൻ്റെ ജീവിതത്തിലില്ല, ഒരിക്കലല്ലേ ചതി പറ്റുകയുള്ളൂ, ഇനി എൻ്റെ കുഞ്ഞിന് വേറൊരു അച്ഛൻ വേണ്ട. എന്തായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ചന്ദ്രസേനനും കിരണൊക്കെ കൂടിയിട്ടാണ് കുഞ്ഞിനെ വളർത്തുന്നത്, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എൻ്റെ കുഞ്ഞിന് സംരക്ഷകരായിട്ടുള്ളത്, അതുകൊണ്ട് അവരൊക്കെ തന്നെ മതി എന്ന് പറയുന്നുണ്ട്.
കുട്ടി എന്തായാലും ഇനി ഈ ജയിലിലോട്ട് മോളുടെ കുട്ടിയുടെ അച്ഛനെ കാണാൻ വേണ്ടി വരെ വേണ്ട, കുട്ടി എന്തായാലും ഇവിടുന്ന് പൊക്കോ. പിന്നെ കുട്ടിയുടെ അച്ഛൻ ഇനി എന്തായാലും മനോഹറിനെ തലക്കടിച്ച കേസ് കൂടിയിട്ട് ഇനി എന്തായാലും അതും കൂടി ചുമത്തിയിട്ട് കൂടുതൽ കാലം കിടക്കേണ്ടി വരും. ഇനിയിപ്പോ നേരെ ബാധിച്ചതിന് ശേഷം മാത്രമേ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതേ സമയത്ത് നമ്മുടെ മനോഹറിന്റെ മാറ്റമൊക്കെ മനസ്സിലാക്കിയിട്ടും മനോഹറിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയൊരു സാഹചര്യമൊക്കെ എടുത്തിട്ട് അവന് ശിക്ഷ ഇളവ് കിട്ടാനും സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ സരയുവിനെ അറിയിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേട്ട് അവൾക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി അവൾ പോവുകയാണ്. നേരെ പോകുന്നത് RS കൺസ്ട്രക്ഷനിലേക്ക് തന്നെയാണ്. അങ്ങനെ അവിടേക്ക് നല്ല സന്തോഷത്തോടു കൂടി വന്നിട്ട് കിരണിനോട് പറയുന്നുണ്ട്, കിരണേ നീ ഒരു കാര്യം അറിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവനുണ്ടല്ലോ ആ മനോഹർ, അവനെ എൻ്റെ അച്ഛൻ അവനെ തലക്കടിച്ച് അവനെ കൊലൊക്കെ ചെയ്തിട്ട് ഇപ്പം അവൻ ആശുപത്രിയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ കിരൺ അവിടെ ഇരുന്നിട്ട് കസേരയിൽ നിന്ന് ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അതേ കിരണെ, നിന്നോടൊക്കെ ഞാൻ സഹായം ചോദിച്ചായിരുന്നല്ലോ. എന്തായാലും എൻ്റെ അച്ഛനെ കൊണ്ട് കുറെ കാലമായിട്ട് എനിക്കൊരു ഉപകാരവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അച്ഛനെ കൊണ്ട് കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ എനിക്ക് തന്ന വാക്ക് നിറവേറ്റി. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, തല പൊട്ടി ചോര വന്ന് അവനിപ്പോൾ ഒരുപാട് രക്തമൊക്കെ പോയി സീരിയസ് ആയി ആശുപത്രിയിലാണ്. അവൻ എന്തായാലും ജീവിച്ചിരിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കിരൺ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും കിരണും കല്യാണിയും ഇന്നും കൂടിയും ആ ഒരു കാര്യം മനോഹറിനെ പറ്റിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുള്ള അവൻ്റെ ഒരു മാറ്റം അത് ശരിയായിട്ടുള്ള മാറ്റം തന്നെയാണ്, സത്യസന്ധമാണ്, അവനെ വിശ്വസിക്കാമെന്നുള്ള കാര്യമൊക്കെ അവരങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ കിരൺ ചെന്ന് കല്യാണിയോട് പറയുന്നുണ്ട്. കല്യാണിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുകയാണ്. അങ്ങനെ കല്യാണിയും കിരണും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് അറിയാവുന്നത് കൊണ്ട് അവരെ കടത്തി വിടുകയാണ്. അങ്ങനെ അതിനുശേഷം അവനോട് സംസാരിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. മനോഹർ കിരണിനോട് പറയുന്നുണ്ട്, ഞാൻ സാറിന് ഒരു കത്ത് കൂടി അയച്ചായിരുന്നു, കിട്ടിയായിരുന്നോ അതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനോഹറിന് വേറെ കുഴപ്പമൊന്നുമില്ല, തലയ്ക്ക് വലിയൊരു കെട്ടുണ്ട്, ബോധമൊന്നും പോയിട്ടില്ല, ബോധമൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് വലിയൊരു ആശ്വാസമായി മാറുന്നുണ്ട് കിരണിനും കല്യാണിക്കും. എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ സരയും അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിയോടും കിരണിനോടും ആവശ്യപ്പെടുന്നുണ്ട്, മനോഹർ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കണം, ഞാൻ എന്തായാലും ആശുപത്രിയിലല്ലേ, എനിക്കൊന്ന് കുഞ്ഞിനെ കാണിച്ചു തരോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നിനക്ക് കുഞ്ഞിനെ കാണിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല, പക്ഷെ സരയു അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ഒപ്പിക്കും, അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയു ഈ ഒരു കാര്യം അറിയുമ്പോൾ ഒരിക്കലും അവൻ ജീവിക്കാൻ അർഹത ഉള്ളവനല്ല. അവനെന്തായാലും അവനെ ഞാൻ കൊല്ലുമെന്ന് ഉറച്ച തീരുമാനമെടുത്തിട്ട് മറ്റുള്ളവരോടൊന്നും ചർച്ച പോലും ചെയ്യാതെ അവള് വേഷം മാറിയിട്ട് ഫർദ അണിഞ്ഞുകൊണ്ട് ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയും അതുപോലെ തന്നെ അവൻ കിടക്കുന്ന റൂമിലേക്ക് ഒരു നഴ്സിന്റെ വേഷത്തിൽ കയറി പറ്റുകയും അങ്ങനെ അവിടെ അവനെ ഇഞ്ചക്ഷൻ എന്ന രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ മനോഹറും കരുതുന്നില്ലാതെ സരയുവാണെന്ന് പെട്ടെന്ന് മുഖത്തെ മാസ്ക് മാറ്റുമ്പോൾ മനോഹർ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് അവന്റെ മൂക്കും വായയും പൊത്തിയിട്ട് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഭാഗമാണ്. എന്തായാലും അപ്പോഴേക്കും അവിടെയുള്ള മറ്റു ആരെങ്കിലൊക്കെ കണ്ട് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം.